Good morning, dear all. Today we are continuing the section 2, that is Deposit Guarantee Scheme, section 2, subsection HA. What is Deposit Guarantee Scheme? Deposit Guarantee Scheme means it is a guarantee. It's a guarantee mainly for small depositors by securing public confidence in the banking system. ഇത് പബ്ലിക്കിന്, അതായത് ചെറുകിട ഡിപ്പോസിറ്റേഴ്സിന് അവരുടെ ഡിപ്പോസിറ്റിന്മേൽ ഒരു ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന ഒരു സ്കീമാണ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത്. അത് ഡിപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് യാതൊരു നഷ്ടവും ഉണ്ടാകത്തില്ല എന്നൊരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ബാങ്കിങ് സിസ്റ്റത്തിനിൽ ഒരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവർക്ക് കൂടുതൽ ഡിപ്പോസിറ്റിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സൊസൈറ്റീസിന് കഴിയുന്നു. ഇത് എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിനും അപ്ലൈ ചെയ്യുന്ന ഒരു സ്കീമാണ്. എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് ഡിപ്പോസിറ്റേഴ്സിന് ഏത് ഡിപ്പോസിറ്റിന്മേലും സൊസൈറ്റീസിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സെപ്റ്റ് ഡിഫെക്റ്റ് ഓർ ഡോർമെൻറ്റ് ഓർ അണ്ടർ ലിക്വിഡേഷൻ, അതായത് എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗ്യാരണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഈസ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിനൂടെ കേരള സ്റ്റേറ്റ് മൊത്തത്തിനും കൂടെ ആയിട്ട് ഒരു ഓഡിറ്ററിനെ ഗവൺമെൻറ് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കേരള സ്റ്റേറ്റിന് വേണ്ടി ഒരു ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓഫീസറാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഗസറ്റ് വിജ്ഞാപനം വഴിയാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. അതായത് അവരെ സെലക്ട് ചെയ്തിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ കേരള സ്റ്റേറ്റിന് മൊത്തത്തിനൂടെ ഒരു ഡയറക്ടറാണുള്ളത്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററാണ് ഉള്ളത്. ഇവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓഡിറ്ററുടെ ഫങ്ഷൻ. അപ്പം ഓഡിറ്റ് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ അപ്പോയിൻറ്റഡ് ഓഡിറ്റേഴ്സ്, അതായത് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് മറ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മേൽനോട്ടം മുഴുവൻ ഈ ഡയറക്ടറിന് ആയിരിക്കും. ഇതാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 2HB. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ ഐയിലാണ് ഡിസ്പ്യൂട്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം സെക്ഷൻ 2 മെയിൻലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഓരോ ഫങ്ഷൻ്റെയും ഡെഫിനിഷൻസാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി ഇനി വരാനുണ്ട്. അപ്പം ഡിസ്പ്യൂട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ ഐയിൽ പറയുന്നത്, ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം തർക്കം എന്നുള്ളതാണ് ഡിസ്പ്യൂട്ടിൻ്റെ മീനിങ്. അപ്പോൾ അതെന്ന് വെച്ചാൽ തർക്കം ഏത് വിധേനയാണ് തർക്കങ്ങൾ വരാം. അത് സൊസൈറ്റിന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതോ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അതിൻ്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഭരണവുമായിട്ട്, അതായത് ഭരണവുമായി ബന്ധപ്പെട്ടതോ ആയ തർക്കം വരാം. ഇപ്പം മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി, മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, മെമ്പേഴ്സ് ഉണ്ടാവും, അവർ തമ്മിലുള്ള തർക്കങ്ങളോ, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് തമ്മിലുള്ള തർക്കങ്ങളോ, അല്ലെങ്കിൽ മെമ്പേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ സൊസൈറ്റീസ് തമ്മിൽ, അല്ലെങ്കിൽ സൊസൈറ്റീസും മെമ്പേഴ്സും തമ്മിലുള്ള തർക്കങ്ങളോ ഒക്കെ നമ്മൾ എന്ത് പറയാം, ഡിസ്പ്യൂട്ട് എന്നാണ് പറയുന്നത്. ഇനി അതും അല്ലെങ്കിൽ സൊസൈറ്റീസ് എന്തെങ്കിലും എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കാനുള്ളതോ, അല്ലെങ്കിൽ സൊസൈറ്റീസിന് തന്നെ കിട്ടാനുള്ളതോ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അതാണ് ഡിസ്പ്യൂട്ടിൻ്റെ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി, ഇനി കേപ്പബിൾ ഓഫ് ബീയിങ് ദ സബ്ജക്റ്റ് ഓഫ് ലിറ്റിഗേഷൻ, അതായത് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തർക്കമുണ്ട്, അത് സോൾവ് ചെയ്യണം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ. ഇനി അത് തർക്കം എന്ന് പറഞ്ഞാൽ ഇനി സം പേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഓർ ബൈ എ പേബിൾ ടു ആയിരിക്കാം, അല്ലെങ്കിൽ ബൈ എ സൊസൈറ്റി ആയിരിക്കും, കൊടുക്കാനുള്ളതോ കിട്ടാനുള്ളതോ ആയ ക്ലെയിംസ്. ഇനി മെമ്പേഴ്സ് തമ്മിലാകാം,
സൊസൈറ്റീസ് തമ്മിലാകാം, മെമ്പേഴ്സും സൊസൈറ്റീസും തമ്മിലും ആകാം. ഇതിനെയെല്ലാം നമ്മൾ ഡിസ്പ്യൂട്ട് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണ്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ IA-യിലാണ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിനെയാണ് നമ്മൾ ഡിസ്ട്രിക്റ്റ്, അതായത് ഡിസ്ട്രിക്റ്റിൽ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കേ കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ ഓവർ 1 റവന്യൂ ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുന്നത്. ആ ഡിസ്ട്രിക്റ്റിന് ഒരൊറ്റ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കാണ് ഉള്ളത്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ ആരുണ്ടാവും? പ്രൈമറി സൊസൈറ്റീസ് ഉണ്ടായിരിക്കും, അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും അവരുടെ മെമ്പേഴ്സായിട്ട് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ മെമ്പേഴ്സായിട്ട് വരുന്നത് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, പിന്നെ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും അവരുടെ മെമ്പേഴ്സായിട്ട് വരും. അപ്പോൾ ഈ സൊസൈറ്റീനെ, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ നമ്മൾ പറയുന്നത് സെൻട്രൽ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടു റേസ് ഫണ്ട്സ് ആൻഡ് ലെൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. എല്ലാ ബാങ്ക്സിൻ്റെയും ഫംഗ്ഷൻ തന്നെയാണ് ഫണ്ട് റേസ് ചെയ്യുക, അത് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അതാണ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 2 സബ്സെക്ഷൻ IB. ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയതാണ്. അതായത് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റാണ്. അതിനെയാണ് ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്ട്സ് ഉൾപ്പെടുത്തിയുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ ഇൻഡിവിജ്വൽസ് ഉണ്ട്, അല്ലെങ്കിൽ അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൈമറി സൊസൈറ്റീസോ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത്, അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടും. ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ബാങ്കാണ്. ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ അവരുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. അതായത് ഏത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടോ, പല കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കാണും, അതെല്ലാം ഇവരുടെ മെമ്പേഴ്സായിട്ട് വരും. ഇനി ഇവരുടെ എയിം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? റേസ് ആൻഡ് ലെൻഡ് ടു മെമ്പേഴ്സ്. ഈ മെമ്പേഴ്സിന്, അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ട ഫണ്ട് റേസ് ചെയ്യുകയും അത് അവർക്ക് വേണ്ട വിധേന പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് റിക്വയർഡ്, അതായത് ഏതെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ചിലപ്പോൾ എക്സസ് ഫണ്ടായിരിക്കും ഉള്ളത്, അപ്പോൾ അത് അവിടെ നിന്ന് കളക്ട് ചെയ്യും. എന്നിട്ട് ഡെഫിസിറ്റ് ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കാണും, അവിടെ കൊണ്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് അവിടെ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ്. അപ്പോൾ അവരുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസാണ് അവരുടെ മെമ്പേഴ്സായിട്ട് വരുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽസ് അല്ല, മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസാണ് അവരുടെ മെമ്പേഴ്സായിട്ട് വരുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സസ് ഫണ്ടുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഫണ്ട് എടുത്തിട്ട് ഡെഫിസിറ്റ്, അതായത് കുറവുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ 2 സബ്സെക്ഷൻ K. ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയറാണ്. ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാം. മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഹു ആർ എൻറ്റൈറ്റിൽഡ് ടു വോട്ട് ഇൻ അറ്റ് ദ ടൈം അഫെയർസ് ഓഫ് ദി സൊസൈറ്റി. അതായത് ഈ മെമ്പേഴ്സിന് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം. ഇവരെ എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? മെമ്പേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരാണ് ജനറൽ ബോഡി മീറ്റിംഗ്. അവരാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യനിർവഹണം നടത്തുന്നവർ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ഈ മെമ്പേഴ്സിന് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. സൊസൈറ്റിയുടെ ഏത് ആവശ്യങ്ങൾക്കും വേണ്ടി അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ അവകാശമുള്ള ആ മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങിനെയാണ് നമ്മൾ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെമ്പർ. അതും നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. മെമ്പർ എന്ന് വെച്ചാൽ അത് സെക്ഷൻ 2 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
മെമ്പർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ജോയിനിങ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ തന്നെ പേഴ്സൺ അഡ്മിറ്റഡ് ആസ് മെമ്പർ ആഫ്റ്റർ സച്ച് രജിസ്ട്രേഷൻ അക്കോർഡിംഗ് ടു ദ ആക്ട്, ദ റൂൾസ് ആൻഡ് ബൈലോസ്. ഇതിൽ നോമിനലും അസോസിയേറ്റ് മെമ്പേഴ്സും ഉൾപ്പെടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മെമ്പർ എന്ന് വെച്ചാൽ ആരാണ് മെമ്പറായിട്ട് വരാവുന്നത്? ഒന്ന്, രജിസ്ട്രേഷൻ്റെ സമയത്ത് ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രാറുടെ പെർമിഷൻ വേണം. അപ്പോൾ രജിസ്ട്രാറിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനുശേഷം രജിസ്ട്രാറാണ് നമുക്ക് ആപ്ലിക്കേഷൻ സാങ്ഷനാക്കി തരുന്നത്, അതായത് രജിസ്ട്രേഷൻ സാങ്ഷനാക്കി തരുന്നത്. അപ്പോൾ ആ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണോ അതിൽ സൈൻ ചെയ്തിട്ടുള്ളത്, അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സമയത്ത് ആരൊക്കെയാണോ അതിൽ സൈൻ ചെയ്തിരുന്നവർ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്പർ എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ രജിസ്ട്രേഷന് ശേഷം മെമ്പർഷിപ്പ് എടുത്തവരെ നമ്മൾ മെമ്പർ എന്നാണ് പറയുന്നത്. ഇനി ഇതെല്ലാം എന്തിൻ്റെ ബേസിലായിരിക്കണം? കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ടിനും റൂൾസിനും ബൈലോസിനും അനുസൃതമായിട്ട് വന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ മെമ്പർ എന്ന് പറയുന്നത്. അതായത് ആ ആക്റ്റും റൂൾസും ബൈലോസിനും അനുസൃതമായിട്ട് നമ്മൾ മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്നവരെയാണ് മെമ്പർ എന്ന് പറയുന്നത്. ഇനി ഈ മെമ്പർ എന്ന് പറയുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറും മെമ്പറായിട്ട് വരാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പറായിട്ട് വരാം. നെക്സ്റ്റ് ഈസ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ആരാണ് നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ? മെമ്പർ എന്ന് വെച്ചാൽ ഒരു ഓർഡിനറി മെമ്പറാണ്, അതായത് നോർമൽ മെമ്പറാണ്, സാധാരണ ഒരു മെമ്പർ എന്ന് പറയും. ഇത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നോമിനൽ എന്ന് പറഞ്ഞാൽ നാമമാത്രമായ എന്നാണ് അതിൻ്റെ മീനിങ്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ആരാണെന്ന് നോക്കാം. possess only such privileges, rights and liabilities of a member. ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനൽ മെമ്പറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ മറ്റ് മെമ്പേഴ്സിനെ പോലെ തന്നെ എല്ലാ പ്രിവിലേജസും റൈറ്റ്സും അവർക്ക് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഓഫീസർ അണ്ടർ സെക്ഷൻ 2 സബ്സെഷൻ N. ആരാണ് ഓഫീസർ എന്ന് നോക്കാം. നമുക്ക് ഓഫീസർ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഓഫീസേഴ്സായിട്ട് വരാമെന്ന് നോക്കാം. പ്രസിഡൻ്റ് ആകാം, വൈസ് പ്രസിഡൻറ്റ് ഓഫീസറാണ്, ചെയർമാന് വൈസ് ചെയർമാൻ ഓഫീസറാണ്, സെക്രട്ടറി ഓഫീസറാണ്, ലിക്വിഡേറ്റർ ഓഫീസറാണ്. ഇവരെല്ലാം നമ്മൾ ഓഫീസർ എന്നാണ് പറയുന്നത്. ഇനി ഇവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപവർഡ് ടു ഗീവ് ഡയറക്ഷൻസ് അണ്ടർ ദ റൂൾസ് ഓർ ദി ബൈലോസ് വിത്ത് റിഗാർഡ് ടു ബിസിനസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വേണ്ട വിധേന ഡയറക്ഷൻസ് കൊടുക്കുക, കൃത്യമായ ഡയറക്ഷൻസ് കൊടുക്കുക. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യുക? കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. അതാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അവരെയാണ് നമ്മൾ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻസ് കൊടുക്കാനായിട്ടുള്ള റൈറ്റ് ഉള്ളവരാണ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി പ്രിസ്ക്രൈബ്ഡ് എന്നൊരു ടേം തന്നിട്ടുണ്ട്. എന്താണ് പ്രിസ്ക്രൈബ്ഡ്? അത് സെക്ഷൻ 2(O)യിൽ പറയുന്നുണ്ട്. പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. കേരള കോഓപ്പറേറ്റീവ്സ് ആക്ട് അനുസരിച്ച് ഉള്ള റൂൾസ്, അതിനെയാണ് പ്രിസ്ക്രൈബ്ഡ് എന്നൊരു ടേം പറയുന്നത്. അപ്പോൾ ആക്ട് അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ്. റൂൾസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണ്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 2 സബ്സെഷൻ IA ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിനെയാണ് നമ്മൾ ഡിസ്ട്രിക്റ്റ്, അതായത് ഡിസ്ട്രിക്റ്റിൽ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കേ കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ ഓവർ 1 റവന്യൂ ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുന്നത്. ആ ഡിസ്ട്രിക്റ്റിന് ഒരൊറ്റ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കാണ്
ഉള്ളത്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ ആരുണ്ടാവും? പ്രൈമറി സൊസൈറ്റീസ് ഉണ്ടായിരിക്കും, അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും അവരുടെ മെമ്പേഴ്സായിട്ട് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ മെമ്പേഴ്സായിട്ട് വരുന്നത് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, പിന്നെ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും അവരുടെ മെമ്പേഴ്സായിട്ട് വരും. അപ്പോൾ ഈ സൊസൈറ്റീനെ, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ നമ്മൾ പറയുന്നത് സെൻട്രൽ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടു റേസ് ഫണ്ട്സ് ആൻഡ് ലെൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്, എല്ലാ ബാങ്ക്സിൻ്റെയും. നെക്സ്റ്റ് ഈസ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഈ ഡയറക്ടർ ഓഫ് ഗുഡ് മോർണിംഗ്.